നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ്. അശ്വതി നക്ഷത്രക്കാരുടെ തിരുവോണ വർഷ ഫലമാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഓഗസ്റ്റ് 1 മുതൽ 2027 ഓഗസ്റ്റ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വർഷത്തില് 6 മാസങ്ങളാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ പ്രധാനമായിട്ട് വരുന്നത്. 2026 ഓഗസ്റ്റ് മാസവും ഒക്ടോബർ മാസവും അതുപോലെ തന്നെ നവംബർ മാസവും. പിന്നീട് 2027 വരുമ്പോൾ ജനുവരി, ഫെബ്രുവരി, ഏപ്രിൽ, മെയ്, ഓഗസ്റ്റ് എന്നീ മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഫലത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തില് പുതിയ ജോലിയിലേക്കൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ബിസിനസ് ഒക്കെ തുടങ്ങുവാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പ്രമോഷൻ എന്നിവയ്ക്കൊക്കെയുള്ള ഒരു യോഗമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തില്. അതുപോലെ തന്നെ സെപ്റ്റംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വ്യാഴത്തിന്റെ കൂടുതൽ നോട്ടം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റം, ബിസിനസ്സിലൊക്കെ ഒരു മുന്നേറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മേലധികാരികളുടെയൊക്കെ ഒരു സപ്പോർട്ടൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ 2027 ജനുവരി മുതൽ മാർച്ച് വരെ ഈ ശനി 12ലേക്ക് മാറുന്നത് കൊണ്ട് ജോലിഭാരമൊക്കെ കൂടുന്നതാണ്. വിദേശ യാത്രയൊക്കെ വേണ്ടി വരുന്ന ഒരു സമയമാണ്. ട്രാൻസ്ഫറിനൊക്കെ ഒരു യോഗം ഉണ്ടാവുന്നതാണ്. ഇതിനെല്ലാം വന്നു ചേരുവാനായിട്ട് ഒക്കെ ഒരു ക്ഷമയൊക്കെ വേണ്ട ഒരു അവസരമാണ് ഈ ജനുവരി, മാർച്ച് മാസങ്ങളില്. ജനുവരി മുതൽ മാർച്ച് മാസങ്ങൾ വരെയൊക്കെ ഉള്ളത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ വർഷം മുഴുവനും ധൃതിയിൽ ഒരു കാര്യവും തീരുമാനിക്കരുത്. കേതുവിന്റെ ഒരു അപഹാരം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മടുക്കുകയും ചില പ്രശ്നങ്ങളൊക്കെ വരികയും ഒക്കെ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ധനപരമായിട്ട് പറയുകയാണെങ്കിൽ ശനി 12-നായതിനാല് ചെലവും വരവും കൂടുന്ന ഒരു സമയമാണ്. അതായത് വരവ് പോലെ തന്നെ ചെലവും പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രയ്ക്കൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 2026 നവംബർ മാസവും 2027 ഫെബ്രുവരി മാസവും അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധനലാഭമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ലോട്ടറിയിലുമൊക്കെ ഒരു ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഷെയർ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ സമയത്ത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന കടങ്ങളൊക്കെ തിരികെ കിട്ടുന്ന മാസങ്ങളാണ് ഇത്. ഇൻസെന്റീവ് ഒക്കെ കിട്ടുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ വീട് പണിയാനും വസ്തു വാങ്ങുവാനും വാഹനം വാങ്ങുവാനും ഒക്കെ ഈ വർഷം വളരെ നല്ലതാണ്. 2027 ഇച്ചിരി നല്ല ഒരു വർഷം എന്ന് പറയുന്നത്. ഏപ്രിൽ മാസം മുതൽ ജൂൺ മാസം വരെയുള്ള സമയങ്ങളിൽ വീട് പണിയെ, അതുപോലെ തന്നെ വസ്തുക്കൾ വാങ്ങാനോ വാഹനം വാങ്ങാനോ ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭവനത്തിലെ മംഗളകാര്യമൊക്കെ നടക്കാൻ പറ്റിയ ഒരു വർഷമാണിത്. വിവാഹം നടക്കാന്, പുതിയ അംഗങ്ങൾ വരാൻ, അതായത് കുഞ്ഞു പിറക്കാനൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടാകുന്ന കാലഘട്ടമാണിത്. അതുപോലെ തന്നെ പുതിയ ഭവന പ്രവേശന കർമ്മമൊക്കെ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ട്. അതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ 2026 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസത്തില് ദാമ്പത്യത്തിൽ ചെറിയ അകൽച്ച, പ്രണയത്തിൽ ചെറിയൊരു നൈരാശ്യമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളുണ്ട്. അത് ഈഗോ മൂലമൊക്കെയാണ് നിങ്ങൾക്കുണ്ടാവുന്നത്. അതൊന്ന് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ 2027 ഏപ്രിൽ മുതല് നിങ്ങൾക്ക് വ്യാഴം അനുകൂലമാവുകയാണ്. അതോടെ നിങ്ങളുടെ പ്രണയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുകയും അത് വിവാഹത്തിലെത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് പൊതുവെ ആരോഗ്യത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. പൊതുവെ ആരോഗ്യം നല്ല രീതിയിലാണ് പോകുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു കേതുവിന്റെ ഒരു അപഹാരം നിങ്ങൾക്കുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ തലവേദനയും മൈഗ്രെയിനും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിക്കേണ്ടത് 2027 ജനുവരി മുതൽ മാർച്ച് വരെയാണ്. ഈ ശാരീരികമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ 2026-27 വർഷം വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഉന്നത വിദ്യാഭ്യാസമൊക്കെ ലഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വളരെ നല്ലൊരു സമയമാണ് പഠനത്തിന്. സർക്കാർ പരീക്ഷയൊക്കെ എഴുതുവാനായിട്ട്, അതായത് സർക്കാരിന്റെ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ PSC പരീക്ഷയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്
അതൊക്കെ നേടിയെടുക്കാൻ പറ്റിയൊരു സമയമാണ്. ഇപ്പോൾ ഒന്ന് പരിശ്രമിക്കുകയാണ്. ഈ നിമിഷം മുതൽ നിങ്ങൾ പരിശ്രമിച്ചു തുടങ്ങിയാൽ 2027 അടുത്ത തിരുവോണമാകുമ്പോഴേക്കും നിങ്ങളൊരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നിങ്ങൾ പൂർത്തീകരിക്കുന്നതാണ്. വിദേശ യാത്രയ്ക്കും വിദേശ ജോലിക്കും ഒക്കെയുള്ള ഒരു ശക്തമായിട്ടുള്ള യോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് നിലനിൽക്കുന്നത് 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള സമയങ്ങളാണ്. ചെറിയ യാത്രകളൊക്കെ ധാരാളമായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ഗുരുവായൂരും ഒക്കെ പോകുന്നത് വളരെ നല്ലതാണ്. ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 6 മാസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. ആ 6 മാസങ്ങൾ എന്തൊക്കെയാണെന്നും ആ 6 മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളും അതൊന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് വിശദീകരിക്കാം. 2026 ഓഗസ്റ്റ് മാസത്തിലും ഒക്ടോബർ മാസത്തിലും സംഭവിക്കുന്നത് പുതിയ തുടക്കങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിനും ഒരു പുതിയ തുടക്കം, അതായത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. അത് ജോലിയാവാം, ബിസിനസ് ആവാം, പ്രണയമാവാം, വിവാഹമാവാം, ഒരു ഭവന നിർമ്മാണം വരെ ആകാം. നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന അത് തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. അതിൽ വളരെ വിജയമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ 2026 നവംബറും 2027 ജനുവരിയിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്ഷമയോടെ ഇരിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് ക്ഷമയോടെ ഇരുന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൻ വിജയം ഉണ്ടാവുന്നതാണ്. ആത്മീയ ചിന്തയൊക്കെ കൂട്ടേണ്ട ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ചെലവിന്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വരവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചെലവും കൂടുന്നതാണ്. അതുപോലെ തന്നെ 2027 ഫെബ്രുവരിയും ഏപ്രിൽ മാസവും നിങ്ങൾക്ക് വളരെയധികം ധനം വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. കിട്ടാതെ കിടന്ന ആ പണമൊക്കെ തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പ്രണയവും വിവാഹവും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. യാത്രകൾ അധികം വേണ്ടി വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറയുന്നത് 2027 മെയ്, പിന്നീട് വരുന്നത് 2027 ഓഗസ്റ്റ് മാസം. ഈ സമയത്ത് നിങ്ങൾക്കൊരു സ്ഥിരത വരുന്ന ഒരു സമയമാണ്. ചില കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഭവനം വന്നു ചേരുന്നുണ്ട്, വാഹനം വന്നു ചേരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗത്തിലൊരു പ്രൊമോഷൻ വരുന്നുണ്ട്. ബിസിനസ് കാര്യങ്ങളൊക്കെ കൂടുതൽ വിപുലമാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വസ്തുക്കളൊക്കെ വാങ്ങുവാനും ഇതുവരെ വിൽപ്പന നടക്കാതിരുന്ന വസ്തുക്കളൊക്കെ വിൽക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വർഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. നിങ്ങൾ ഒരിക്കലും നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാന കാര്യങ്ങൾ നമ്മൾ ഇനി പറയുന്ന നക്ഷത്രങ്ങളിൽ തുടങ്ങാൻ പാടില്ല. ഭരണി, കാർത്തിക, മകം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങളെല്ലാം ഒഴിവാക്കി മറ്റൊരു ദിവസത്തേക്ക് നടത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല നക്ഷത്രങ്ങൾ, അതായത് നിങ്ങളുടെ ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് നടത്താൻ കഴിയുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി, മകയിരം, ചിത്തിര, മൂലം എന്നീ നക്ഷത്രങ്ങളിൽ നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുന്നതാണ്. ഒരു ചുരുക്കം നമ്മൾ പറയുകയാണെങ്കിൽ, ഈ നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 2026 2027 അശ്വതിക്ക് കർമ്മഫലം നന്നായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്യുന്ന ആ കർമ്മത്തിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മടി കൂടാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകും. അതുപോലെ തന്നെ ആത്മീയതയുടെയും ഒരു വർഷമാണ്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു വർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓടി നടന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ നേടാൻ കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങൾ ധൃതി കുറച്ച് എല്ലാം ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു വർഷമായിട്ട് മാറുന്നതാണിത്. നിങ്ങൾ ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകും. അതിന്റെ ആ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് ഗണപതി, സുബ്രഹ്മണ്യൻ, അശ്വിനി ദേവതകൾ ഇവരെ ദിവസവും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകം എടുത്തു പറയട്ടെ, ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവരവരുടെ വിശ്വാസത്തിലും ദൈവത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. അന്നേ ദിവസം ചുവന്ന വസ്ത്രം ധരിക്കുന്നതോ കയ്യിൽ കരുതുന്നതോ നല്ലതാണ്. ഈ ഒരു വർഷം മുഴുവനും ചുവന്ന വസ്ത്രം കയ്യിൽ കരുതുന്നതോ ഒരു ടവല് പോലെ എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ഓം ഖം കേതുവേ നമ എന്ന മന്ത്രമോ അല്ലെങ്കിൽ ഓം ഗം ഗണപതയെ നമ എന്ന മന്ത്രവും 108 തവണ
ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഈ 108 തവണ ജപിക്കുമ്പോൾ ചെറിയൊരു ശബ്ദത്തിൽ ഏകാഗ്രതയോടെ ജപിക്കാൻ ശ്രമിക്കുക. ഏറ്റവും കുറഞ്ഞത് 9 തവണയെങ്കിലും ജപിക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. ഈ 2026 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് വരെയുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതൊരു തിരുവോണ വർഷഫലമായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് പുതിയ ഒരു വർഷം പിറക്കുകയാണ്. മലയാള കലണ്ടർ അനുസരിച്ച് ഒരു പുതിയ വർഷം പിറക്കുകയാണ്. അതായത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഫലങ്ങൾ നമ്മൾ ചുരുക്കി പറഞ്ഞതാണ്. അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ വന്ന് ഭവിക്കുന്ന ഫലമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഈ ഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.